കടൽ പോലെ മലവെള്ളമായിരുന്നു. നിലയില്ലാത്ത നിലവിളികൾ. മഴമുകിൽ രൗദ്രം പൂണ്ട രാവിൽ അവർ മുങ്ങി. ഒരു നാട് ചിതറിയകന്നു. ചാലിയാർ ചാവുപുഴയായി. കണ്ണീരിന്റെ ഉപ്പും ചേർന്ന് പുഴ പിന്നെയും ഒഴുകി. മുങ്ങിയും പൊങ്ങിയും ഉരുളിനോട് പോരടിച്ച് ചിലർ ജീവൻ മാത്രം തിരിച്ചുപിടിച്ചു. ഉള്ളൊഴുക്കിൽ ഉലഞ്ഞു പോയവർ അനാഥത്വത്തിലേക്ക് അതിജീവിച്ചു. കാറ്റിൻ മൂളൽ കാതിൽ തൊട്ടാലും ഞെട്ടിയുണരുന്നവർ. മറവിയിൽ വീഴാത്ത കാഴ്ചകൾ ഇന്നും നീറ്റലാണ്. മറഞ്ഞുപോയ സ്വപ്നങ്ങൾ ഓർമ്മകളാണ്. ഉരുളുലച്ച അനേക മനസ്സുകൾ അവിടെ ബാക്കിയുണ്ട്. അവരിലേക്കാണ് നമ്മൾ എത്തുന്നത്. ജൂലൈ എന്ന് പറഞ്ഞാൽ അത് മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ ചേരുന്നതാണ് ഇന്ന് മലയാളിക്ക്. 2024 ജൂലൈ 30. കേരളത്തെ ആകെ ഉലച്ച ദുരന്തം നടന്നിട്ട് വർഷം 1 തികയാറാവുകയാണ്. ഒരു നാടാകെ ഒരു രാവിൽ ഇല്ലാതായ ദിനം. അന്ന് വരെ നേരിടാതിരുന്ന മഹാവിപത്തിന് മുന്നിൽ പകച്ചു നിൽക്കാതെ സധൈര്യം പൊരുതിയവരാണ് നമ്മൾ. സമാനതകളില്ലാത്ത അതിജീവനത്തിന്റെ പാഠമാണ് മുണ്ടക്കൈയും ചൂരൽമലയും. പുഞ്ചിരിമട്ടത്തിന്റെ പുഞ്ചിരി വീണ്ടെടുക്കാൻ കേരളമാകെ കൈകോർത്തു. വീണ്ടും പുന്നപ്പുഴ ശാന്തമായി ഒഴുകിത്തുടങ്ങി. ദുരന്തമുഖത്തുനിന്ന് നാം എല്ലാം ചേർന്ന് കൈ പിടിച്ചുയർത്തിയ ഒരു ജനത ജീവിതം തിരികെ പിടിക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ്. അവർക്കായുള്ള പുതിയ തണലൊരുക്കുകയാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന്. വലിയ പ്രഖ്യാപനങ്ങളാണ് നടന്നത്. സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും പദ്ധതികൾ ഏതുവരെയായി, എവിടെയെത്തി? ആ ദുരന്തമുഖത്തേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. തണലൊരുക്കം എവിടെ വരെയായി പരിശോധിക്കാം. റിപ്പോർട്ടർ ലൈവത്തോണിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ദീപക് മോഹനും ദീപക് മലയമ്മയും ആർ റോഷിപാലും VS രഞ്ജിത്തുമാണ് ചേരുക. അതിനു മുൻപ് നമുക്ക് ചില കണക്കുകൾ നോക്കാം. സർക്കാരിന്റെ കണക്ക്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് വയനാട്ടിൽ ചെയ്തിരിക്കുന്നത്, അതടക്കമുള്ള ഡാറ്റ എക്സ്പ്ലെയിനറിലേക്ക് നമുക്ക് ആദ്യം കടക്കാമെന്ന് കരുതുന്നു. സർക്കാരിന്റെ കണക്കിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരായി ഇതുവരെ കണക്കാക്കിയിരിക്കുന്നത് 298 പേരെയാണ്. ആ കണക്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വയനാടിന്റെ അതിജീവനത്തിനായി അവർക്കായി തയ്യാറാക്കുന്ന പാക്കേജുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 298 പേരിൽ എങ്ങനെയാണ് ഈ സഹായങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്നത് എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. ഈ കണക്കിലേക്ക് നമ്മൾ വിശദമായി വന്നു കഴിഞ്ഞാൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ച 290 പേർ, കാണാതായ 32 പേരെ കൂടി ചേർത്തുകൊണ്ടാണ് 298 എന്ന കണക്ക് വന്നിരിക്കുന്നത്. വീടുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്രത്യക്ഷമായ വീടുകളുടെ എണ്ണം 183 ആണ്. പൂർണ്ണമായും തകർന്ന വീടുകൾ നമ്മൾ പരിശോധിച്ചാൽ 145 ഭാഗികമായി തകർന്ന വീടുകൾ 170 വാസയോഗ്യമല്ലാതായി മാറിയ വീടുകളുടെ എണ്ണം 240 കൂടാതെ ഹെക്ടർ കണക്കിന് കൃഷിസ്ഥലവും നഷ്ടമായിട്ടുണ്ട്. വീട് വേണ്ടാത്തവർക്ക് സർക്കാർ സഹായമായി നൽകുന്നത് 15 ലക്ഷം രൂപയാണ്. ആ കണക്കിലേക്ക് കൂടി നമുക്ക് വരാം. മരിച്ചവരുടെ ആശ്രിതർക്ക് 8 ലക്ഷം വീതം നൽകുന്നു. വീട് നഷ്ടപ്പെട്ട വാടക വീടുകളിലുള്ളവർക്ക് വാടകയായി 6000 രൂപയും നൽകുന്നു. ഇതാണ് സഹായമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചികിത്സയിൽ കഴിഞ്ഞത് 34 പേരാണ്. ആ 34 പേർക്ക് 21,59,000 രൂപ. കിടപ്പ് രോഗികളായ 33 പേർക്ക് 8,09,000 രൂപ. ജീവനോപാധി നഷ്ടമായവർക്ക് ദിവസം 300 രൂപ വീതം 9 മാസം നൽകുകയും ചെയ്തു. ഇതാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷം ആ ദുരന്ത ബാക്കിയായി നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ.